നമസ്കാരം. ദൈവിക സാന്നിധ്യം പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? അത് മനുഷ്യരുടെ രൂപത്തിലാവാം, ചില ഗ്രൂപ്പുകളുടെ രൂപത്തിലാകാം, അല്ലെങ്കിൽ ട്രസ്റ്റുകളുടെ രൂപത്തിലാകാം. അത്തരത്തിൽ ദൈവിക സാന്നിധ്യം ഏറെയുള്ള ഒരു സ്ഥാപനത്തെയാണ് എൻ്റയർ മീഡിയയുടെ ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം ബസ് സ്റ്റാൻഡിന് തൊട്ട് ബാക്കിലായി പ്രവർത്തിക്കുന്ന ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് 18 വർഷത്തിലേറെയായി 1500-ലധികം ആളുകൾക്ക് സൗജന്യ ഭക്ഷണം, 150-ലേറെ മുറികളാണ് ആളുകൾക്കും രോഗികൾക്കും കുട്ടിയിരിപ്പുകാർക്കും ഒക്കെ ഇവിടെ സൗജന്യമായി കൊടുക്കുന്നത്. ഓരോ മാസവും 150-ലധികം സൗജന്യ ഡയാലിസിസ് കിറ്റുകൾ, മരുന്നുകൾ എന്ന് വേണ്ട ദൈവിക സ്പർശം ഏറെയുള്ള ആ സ്ഥാപനത്തെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? തീർച്ചയായും കമാൺ. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ ഈ ദൈവിക സാന്നിധ്യം അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഓരോ ദിവസവും അനേകായിരം ആളുകൾക്ക് ഈ കൈകളിൽ കൂടിയാണ് ഭക്ഷണം നൽകുന്നത്. ചേച്ചിയുടെ ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ചേച്ചിയെ ഞാൻ പരിചയപ്പെടുത്താം. ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞല്ലേ? എൻ്റെ പേര് മിനി ജോർജ്. ഞാൻ ആശ്രയുടെ സ്റ്റാഫാണ്. ഞങ്ങൾ 3 സ്റ്റാഫും സിസ്റ്ററുമാണ് സ്ഥിരം ഇവിടെ വരുന്നത്. ശരി. ആശ്രയ എന്തൊക്കെ സേവനങ്ങളാണ് ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നത്? ആശ്രയിലെ എല്ലാ ദിവസവും ആശ്രയിലും മെഡിക്കൽ കോളേജ് ഗൈനിക് ബ്ലോക്കിലുമായി 1000-ഓളം പേർക്ക് ഉച്ചയ്ക്ക് സൗജന്യ ഭക്ഷണം. കൂടാതെ ഞായറാഴ്ച ഒഴികെ എല്ലാ കാര്യമാണ്. ഓക്കെ. പിന്നെ എല്ലാ മാസവും 150-ലധികം വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് കിറ്റും ധനസഹായവും. പിന്നെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വിതരണം, വസ്ത്രദാനം, രക്തദാനം, കൗൺസിലിംഗ് തുടങ്ങിയവയൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ മറ്റു പ്രധാന പ്രവർത്തനങ്ങളാണ്. ശരി. ഇത് എവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ്? ഇത് കോട്ടയം മെഡിക്കൽ കോളേജ് സ്റ്റാൻഡിന് സമീപമാണ്. ഇത് 18 വർഷത്തിലേറെയായി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 3 വൈദികർ ദാനമായി നൽകിയ ഒരു 12 സെൻറ്റ് സ്ഥലത്ത് ആണ് ഈ കെട്ടിടം. ഇന്ന് ഇത് 5 നിലകളോട് കൂടിയ ഒരു കെട്ടിടമാണ്. ഇവിടെ 150 രോഗികൾക്ക് സൗജന്യമായിട്ട് താമസിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. അത് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരാറുണ്ടോ? കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വരുന്ന രോഗികളാണ് ഇവിടെ. അവർക്ക് ചികിത്സയ്ക്ക് മുൻപും ചികിത്സ കഴിഞ്ഞും ഒക്കെ ഇവിടെ താമസിക്കുന്നതിനുള്ള സൗകര്യം. രോഗിയും രോഗിയുടെ കൂട്ടത്തിൽ ഒരാളെയും താമസിക്കുന്നതാണ്. നമ്മൾ നേരത്തെ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ? ബുക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ ഇവിടുത്തെ എല്ലാം തീർത്തും സൗജന്യമാണ്. പിന്നെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആര് വന്നാലും നമുക്ക് റേഷൻ കാർഡിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി, ഡിസ്ചാർജ് സമ്മറി, ഇത് 3 മതി നമ്മളിവിടെ അഡ്മിഷൻ കൊടുക്കുന്നതാണ്. അത് ശരി. ശരിക്കും ഈ ഒരു ദൈവികമായ ചൈതന്യം വീണ്ടും വീണ്ടും ഞാനത് ആവർത്തിക്കുകയാണ്. ഇങ്ങനെ മനസ്സിലേക്ക് വരാൻ നിങ്ങളുടെ ആ ടീമിന് അല്ലെങ്കിൽ ആശ്രയ ട്രസ്റ്റിന് എങ്ങനെയാണ് തോന്നിയത്? അതിൻ്റെ തുടക്കം? ഇത് തുടങ്ങാൻ കാരണം ഇതിൻ്റെ സെക്രട്ടറിയായ ഫാദർ ജോൺ ഐപ്പച്ചൻ ആശുപത്രിയിൽ വരുന്ന രോഗികളുടെ ദുഃഖാവസ്ഥയും അവരുടെ ദുരിതവും ഒക്കെ കണ്ടപ്പം അച്ഛൻ്റെ മനസ്സിലൊരാഗ്രഹം തോന്നി. അച്ഛനത് ബഹുമാനപ്പെട്ട പൗലോസ് അച്ഛനോടും എൽദോസ് അച്ഛനോടും ഈ വിവരം പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ ഒന്നായി ചേർന്ന് അവരുടെ സ്വപ്നങ്ങൾ പങ്കുവെച്ച് അവർ 3 പേരും കൂടെ 12 സെൻറ്റ് സ്ഥലം ദാനമായി നൽകി. ആ സ്ഥലത്താണ് ഇന്ന് ഈ സ്ഥാപനം നിലകൊള്ളുന്നത്. ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് തിമോത്തിയോസ് തിരുമേനിയാണ്. ചേച്ചി, ഇപ്പോൾ ആശ്രയയുടെ ഏത് സെക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്? ഇത് ആശ്രയയുടെ ക്യാൻസർ വാർഡാണ്. ഇവിടെ
പല ജില്ലകളിൽ നിന്നും വരുന്ന പേഷ്യൻ്റാണ് ഇവിടെ കിടക്കുന്നത്. ഇവർക്ക് 30 റേഡിയേഷൻ, 15 റേഡിയേഷൻ എന്നൊക്കെ പറയും. റേഡിയേഷൻ തീരുന്നോടം വരെ ഇവർക്ക് കിടക്കാം. ക്യാൻസർ വാർഡാണ്. വാർഡിൽ രോഗിയും രോഗിയുടെ കൂടെ ഒരാൾക്കും. രോഗികൾക്ക് മാത്രം കട്ടില്, ബൈസ്റ്റാൻഡേഴ്സ് നിലത്താണ് കിടക്കുന്നത്. അതിനുള്ള സൗകര്യമുള്ളൂ. നമുക്ക് എല്ലാ ദിവസവും വാർഡ് നിറച്ചും ആളുണ്ടായിരിക്കും. ഇപ്പം റേഡിയേഷന് പോയിരിക്കുകയാണ് കുറച്ച് പേര്. പ്രിയമുള്ളവരെ, നാനാജാതി മതസ്ഥ അല്ലെങ്കിൽ ആളുകളുടെ ഒരു സേവനമാണ് ആശ്രയയുടെ കരുത്തെന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർ അല്ലെങ്കിൽ സർക്കാരോ മറ്റുള്ള സംഘടനകളോ ഒന്നും ഒരു സഹായവും ഇല്ല. ഇത് വലിയ ഒരു സേവനം തന്നെയാണ്. ഇവിടെ വന്നപ്പോൾ ശരിക്കും നമ്മുടെ മനസ്സും കണ്ണും ഒക്കെ നിറയുകയാണ്. ഈ വലിയ ഒരു സേവനം ചെയ്യുന്ന ഇവരുടെ ഈ മനസ്സ് അത് നമ്മൾ കാണാതെ പോകരുത്. മലയാളികൾ ഈ ആശ്രയെ ഒരുമിച്ച് ചേർത്ത് പിടിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. എൻ്റെ പേര് സിസ്റ്റർ സ്ലോമോ, ആശ്രയയുടെ ഇൻചാർജാണ്. ശരി, ഇതിപ്പോൾ നമ്മൾ ഏത് ഫ്ലോറിലാണ് നിൽക്കുന്നത്? ഇത് 4ാമത്തെ നിലയിലാണ്. നമ്മൾ ക്യാൻസർ പേഷ്യൻറ്റിനുള്ള വാർഡ് നമ്മൾ കണ്ടു. ഇപ്പോൾ എത്ര പേഷ്യൻസ് ഉണ്ട് അവിടെ ഓൾറെഡി? അവിടെ 10-20 പേര് ഇപ്പോൾ ഉണ്ടല്ലേ. ഇപ്പോൾ ലിഫ്റ്റ് സൗകര്യം വരെ നമുക്കുണ്ട്. ലിഫ്റ്റ് സൗകര്യം. ഈ ഫ്ലോറിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ്? ഇതിനകത്ത് ഹാർട്ട് ഓപ്പൺ സർജറി ചെയ്ത രോഗികൾക്ക് ഫിസിയോതെറാപ്പിക്ക് വേണ്ടി കിടക്കുന്നതാണ്. അവർക്ക് സ്റ്റിച്ച് എടുക്കുന്നവരെ 15 ദിവസത്തോളം താമസിക്കാനുള്ള സൗകര്യം കൊടുക്കും. ലിഫ്റ്റുണ്ട്, 2 നേരത്തെ ആഹാരമുണ്ട്, പോയി വരാനുള്ള സൗകര്യമുണ്ട്. പ്രത്യേക ഊണ് റൂമുണ്ട്. കിടക്കാനുള്ള പ്രത്യേക തരം IC കട്ടിലുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിംഗിൾ റൂമാണ്, എല്ലാം സിംഗിൾ റൂമാണ്. പിന്നെയുള്ളത് 2 ഇതുപോലെ തന്നെ മുകളിലൊരു നിലയും കൂടിയുണ്ട്. 2 നിലകളിലും ഹാർട്ട് സർജറിക്കാർ, സർജറിക്ക് മുമ്പുള്ളവർ, ആക്സിഡൻറ്റ്, ഡയാലിസിസ് പേഷ്യൻ്റ് ഇങ്ങനെയുള്ളവരൊക്കെ താമസിപ്പിക്കുന്ന വാർഡ് റൂമുകളാണ് ഈ 2 നില. മൊത്തം 20ഓളം റൂം ഇവിടെ ഉണ്ട്. ഇത് ഈ 2 ഫ്ലോറും LIC ഓഫ് ഇന്ത്യ നമുക്ക് 25 ലക്ഷം രൂപ ഡൊണേഷൻ തന്ന് ചെയ്തതാണ്. ശരിക്കും നിർധനായ രോഗികൾക്കും ആളുകൾക്കും ഒരു ആശ്രയം തന്നെയാണ് ആശ്രയ ട്രസ്റ്റ്. തീർച്ചയായിട്ടും. കാരണം ഒരു രോഗിക്ക് ഒരു ദിവസം പുറത്ത് നിൽക്കണമെങ്കിൽ കുറഞ്ഞത് 1000 രൂപ ഉറപ്പായിട്ട് അവർക്ക് ചിലവാണ്. അപ്പോൾ ഇവിടെ പൂർണ്ണമായും സൗജന്യമാണ്. ആരിൽ നിന്നും നമ്മളൊന്നും സ്വീകരിക്കുന്നില്ല. അവർക്ക് സൗജന്യമായി 2 നേരം ഭക്ഷണം, താമസ സൗകര്യം എല്ലാം സൗജന്യം. നമുക്ക് ആശ്രയയിലേക്ക് ഒരു സേവനം അല്ലെങ്കിൽ സഹായം ആളുകൾ എത്തിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്കിത് കാണുന്ന ആളുകൾ എന്തായാലും സേവനങ്ങളും സഹായങ്ങളും എത്തിക്കണം. നമുക്ക് ഫുഡ് സ്പോൺസർ ചെയ്യാം, മരുന്ന് കൊടുക്കാം, ഡയാലിസിസ് കിറ്റിനുള്ള പൈസ കൊടുക്കാം. 150 ഡയാലിസിസ് കിറ്റാണ് എല്ലാ മാസവും കൊടുക്കുന്നത്. അതിന് സ്പോൺസർ ചെയ്യാം. പിന്നെ നിരന്തരമായിട്ട് മരുന്ന് കഴിക്കുന്ന നിർധനരായ രോഗികൾക്ക് ക്യാൻസർ മരുന്നുണ്ട്. 150 എത്ര പേരാണ് അവർക്ക് ഒരു മാസത്തേക്കുള്ള മരുന്ന് പാവപ്പെട്ടവർക്ക്, അവർക്ക് മേടിച്ചു കൊടുക്കാൻ ആരുമില്ല, മക്കളില്ലാത്തവർ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഇല്ലാത്തവർ, അങ്ങനെയുള്ളവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ലാത്തവർക്കൊക്കെ സൗജന്യമായിട്ട് മരുന്ന് ഒരു മാസത്തേക്ക് മേടിച്ചു കൊടുക്കും. ലോകത്തിൻ്റെ എല്ലാ കോണിലും കാണുന്ന മലയാളികളും എല്ലാ പ്രിയപ്പെട്ടവരും ആശ്രയയുടെ ഈ ഒരു സഹായം ആളുകൾ തേടി ഇവിടേക്ക് വരുമ്പോൾ ഈ ആശ്രയ അംഗങ്ങളെ സഹായിക്കേണ്ടത് മലയാളികളായ നമ്മളുടെ കടമയാണ്, ഞങ്ങളുടെ കടമയാണ്. തീർച്ചയായിട്ടും. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുനിന്നും ഒരുപാട് രോഗികളിവിടെ വന്ന് താമസിച്ച് പോയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പാസനേജ് ഉണ്ട്. ഹൃദയം മാറ്റി വെച്ചവർക്ക് താമസിക്കാനുള്ള സൗകര്യമായിട്ടാണ് ഏർപ്പാട് ചെയ്തിരുന്നത്. ഹൃദയം മാറ്റി വെച്ചവർക്കും കിഡ്നി ട്രാൻസ്പ്ലാന്റുകാർക്കും താമസിക്കാനുള്ള പ്രത്യേക സജ്ജീകരണമുണ്ട്. ഡോക്ടർ പ്രത്യേകം വന്ന് പ്രിഫർ ചെയ്ത് താമസിക്കാൻ പറഞ്ഞാൽ താമസിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. ഹൃദയമുള്ള ആളുകളുടെ സേവനം ഇനിയും ആശ്രയിക്കുക. ദൈവാനുഗ്രഹിക്കട്ടെ.